കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകളാണ്. ഒന്ന് നോക്കിയേ, ലിസ്റ്റ് ഓഫ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കിഡ്നി സ്റ്റോൺ. ആൻറ്റിവൈറൽ മെഡിക്കേഷൻസ് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും. ആൻറ്റിബയോട്ടിക് ഗുളികകൾ കഴിച്ചാൽ മതി. ഏതോ കാലത്ത് കഴിച്ചതാണ് കിഡ്നി സ്റ്റോൺ അറിയുന്നത് 5-10 കൊല്ലം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ 20 കൊല്ലം കഴിഞ്ഞായിരിക്കും. ആൻറ്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീര് വറ്റാനൊക്കെ ആയിട്ട് കഴിക്കുന്ന നമ്മുടെ ഈ OTC മരുന്നുകളിൽ NSAID, നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, പനി മരുന്ന്, ഇങ്ങനെയുള്ള മരുന്നുകൾ കടയിൽ നിന്ന് പോയിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നേരിട്ട് മേടിക്കാവുന്ന മരുന്നുകളൊക്കെ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഗ്യാസ് ട്രബിളിൻ്റെ മരുന്ന്. ഗ്യാസ് ട്രബിളിൻ്റെ മരുന്നാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഗ്യാസിന് കഴിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് കരളിൻ്റെ ക്യാൻസർ. ഹോർമോൺ തെറാപ്പി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മെൻസസ് നിന്ന് കഴിയുമ്പോൾ HRT, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അപ്പോൾ നമ്മൾ കരുതുന്നത് നല്ലതല്ലേ? നല്ലതാണ്, അന്നേരം സുഖം കിട്ടും. പക്ഷെ പുറകെ ക്യാൻസർ ഏതാണ്ട് ഉറപ്പാണ്. ക്യാൻസർ നമ്മുടെ നാട്ടിൽ പെരുകുന്നത് ഇംഗ്ലീഷ് മരുന്ന് ആളുകളുടെ വിചാരം രോഗം മാറ്റി തരുന്ന അത്ഭുത സാധനം എന്നാണ്. നിങ്ങൾക്ക് ഒരു ക്ഷീണം, വിളർച്ച, നിങ്ങൾ ഡോക്ടറെ പോയി കാണുന്നു. ഡോക്ടർ ബ്ലഡ് പരിശോധിക്കാനായിട്ട് എഴുതി തരുന്നു. ബ്ലഡ് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കുറവാണ്, 8-9 നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അയൺ ഗുളിക എഴുതി തരും, ഇരുമ്പിൻ്റെ ഗുളിക എഴുതി തരും. നിങ്ങൾ ആ ഗുളിക മേടിച്ച് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വ്യത്യാസം വരും. ഇഞ്ചക്ഷനാണ് എടുക്കുന്നതെങ്കിൽ ഉടനെ വ്യത്യാസം തുടങ്ങും. അതേസമയം നിങ്ങൾ ഈ ഒരവസ്ഥയിൽ രക്തം കുറഞ്ഞതിന് ഇവിടെ വരികയാണെങ്കിലോ 2 ആഴ്ച കിടക്കണം, കാലത്തെ എഴുന്നേറ്റ് തലകുത്തി നിൽക്കണം, അത് കഴിയുമ്പോൾ പിന്നെ 1.5 അടി വെള്ളത്തിൽ തലകുത്തി നിൽക്കണം. എന്തൊക്കെ പണി ചെയ്യണം? 2 ആഴ്ച പോകണം. ഏത് ചെയ്യണം? നമുക്കൊക്കെ തിരക്കേറിയ ജീവിതമല്ലേ. നമ്മൾ ആ ഗുളിക കഴിച്ച് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ചീരക്കറി തരും, ബീട്രൂട്ട് ജ്യൂസ് തരും, നെല്ലിക്ക ജ്യൂസ് തരും. നെല്ലിക്കയിൽ അയൺ ഇല്ല, പക്ഷേ ഞങ്ങൾ നെല്ലിക്ക ജ്യൂസ് തരും. കാരണം ഈ അയൺ ഭക്ഷണത്തിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ വൈറ്റമിൻ C നിർബന്ധമാണ്. നെല്ലിക്കയിലുള്ള മറ്റ് ചില ഘടകങ്ങളൂടെ അത്യാവശ്യമാണ്. വൈറ്റമിൻ A അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക കൂട്ടിത്തരും. ആ ചീരക്കറി കഴിച്ച്, മുരിങ്ങാക്കറി കഴിച്ച്, ബീട്രൂട്ട് കഴിച്ച് വെയിൽ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ രക്തം നേരെ വരാൻ 2 ആഴ്ച പിടിക്കും. അപ്പോൾ ഏതാ നല്ലത്? ചീരയുടെ കഴി കറിയിച്ച് 2 ആഴ്ച 1 മാസമൊക്കെ എടുക്കുമെന്ന് കരുതി നിങ്ങൾ ഇഞ്ചക്ഷന് പോയാൽ മേലുവയറ് വീർത്ത് വേദന തുടങ്ങിയിട്ട് ഇവർ പറയാത്ത സൈഡ് എഫക്ട്സാണ്. കരളിന് കേട്, കിഡ്നിക്ക് കേട് ഉറപ്പായിട്ടുണ്ടാകും. അത് നിങ്ങൾ അറിയുന്ന രീതിയിൽ മാറണമെന്നില്ല, രോഗമായിട്ട് മാറണമെന്നില്ല. ശരീരം വീണ്ടും അത് പണിതെടുത്തെന്ന് വരാം, ആ കഴിവുള്ളിടത്തോളം. അപ്പോൾ മരുന്ന് മൈൻഡ് ചെയ്ത് നേരെ ഇരുമ്പെടുത്ത് മാറ്റം വരുത്തി കഴിക്കുമ്പോൾ ഈ വക കുഴപ്പങ്ങൾ കൂടി ഉണ്ടാകും. പക്ഷേ രക്തം നേരെയാകും. അതേസമയം നിങ്ങൾ ചീരക്കറി കഴിച്ച്, ബീട്രൂട്ട് കഴിച്ച്, റാഡിഷ് കഴിച്ച് അങ്ങനെയൊക്കെ ഇത് കൂട്ടിയെടുക്കാൻ നോക്കുമ്പോൾ ചീരക്കറി കഴിച്ചാൽ എന്താ ഉണ്ടാവുക? കണ്ണ് തെളിയും. ചീരക്കറി കഴിച്ചാൽ പിറ്റേ ദിവസം തന്നെ നല്ല ശോധന കിട്ടും, നല്ലൊരു ശതമാനം ആളുകൾക്കും. അല്ലെങ്കിൽ 3-4 ദിവസം കഴിച്ച് കഴിഞ്ഞായിരിക്കും കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ആ കോൺസ്റ്റിപ്പേഷൻ മാറും. കുടൽ ദഹനേന്ദ്രിയം ക്ലീനാക്കും. ഒറ്റ ദിവസം കഴിച്ചു ആയില്ല. അക്കൂട്ടത്തിൽ നമ്മൾ പറയുന്ന ജ്യൂസുകളെല്ലാം കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഏതാനും നിങ്ങൾക്കറിയാമല്ലോ, വന്ന് 3-ാമത്തെ ദിവസം തുടങ്ങി തന്നെ പലർക്കും നല്ല വ്യത്യാസം വരുന്നു. 5 ദിവസം ആകുമ്പോൾ ഒന്ന് തെളിഞ്ഞു, നമുക്ക് ബോധ്യമായി നമ്മൾ രക്ഷപ്പെടും. അതുകൂടാതെ കണ്ണ് തെളിയും, കാഴ്ച കൂടും, കേൾവി നന്നാകും, ത്വക്കിന് മിനുസം കൂടും, ഷൈനിങ് പ്രഭ കൂടും, ഹാർട്ടിൻ്റെ മസിലുകൾക്ക് ശക്തി കിട്ടും, രക്തം ശുദ്ധിയാകും, ബ്ലോക്കുകൾ മാറും. സ്ഥിരമായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബ്ലോക്കൊന്നും നമുക്ക് വരില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ രീതിയും ആ രീതിയും തമ്മിലുള്ള വ്യത്യാസം. അവിടെ എല്ലാം എടുപിടി എന്നുള്ളതാണ്. പെട്ടെന്ന് കാര്യമൊക്കെ നടക്കും, ശാസ്ത്രീയമായി പഠിച്ച് ബോധ്യപ്പെട്ടതാണ്. അവർ തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെന്താ മെച്ചം? ഞങ്ങളുടെ മരുന്നുകൾ ദോഷം കണ്ടു കഴിഞ്ഞാൽ നിരോധിക്കും. അപ്പോൾ ഞാൻ കഴിച്ചു പോയല്ലോ, അതെന്ത് ചെയ്യും?
നിങ്ങൾ നിരോധിച്ചു, പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ശേഷമല്ലേ. അപ്പോൾ ഒരു കൈമലർത്തും. അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ സാധിച്ചാൽ, ഈ രീതി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. നിങ്ങൾ പുതിയൊരു കാര്യവും ചെയ്യണ്ട, പുതിയ ഒരു കാര്യവും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ വീട്ടിൽ പോയി ഇവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. അടിത്തറ ഇവിടെ നിന്ന് ശരിയാക്കി വീട്ടിലേക്ക് പോയാൽ നിങ്ങൾ പുതിയ ഒരു കാര്യവും ചെയ്യണ്ട. നിങ്ങൾ ബുദ്ധിമുട്ടി മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി.